പൊന്നോ നിങ്ങളെ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് നിങ്ങളുടെ കണ്ടിട്ടാണ്. ഹലോ ഹായ്, എന്ത് വിശേഷം? എന്ത് കഥ? സുഖമല്ല. ഇന്നലെ ഞാനും ടിനിച്ചേട്ടനും കൂടി ഇങ്ങനെ കണ്ടപ്പോഴേ, ടിനിച്ചേട്ടൻ എപ്പോഴും നമ്മുടെ ഷിയാസ് ഖാനുണ്ടല്ലോ, അൽസാജിയിലെ ഷിയാസ് ഖാനോട് എപ്പോഴും വിളിച്ച് ചോദിക്കുമല്ലോ, ഫാദിനെ ഞങ്ങൾ പരിചയം ഉണ്ടോ, അങ്ങനെ ഇങ്ങനെ ഒക്കെ ഒന്ന് ഖത്തറിൽ പോകുമ്പോൾ കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ അവിടെ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ എന്നോട് നവാസ്കയാണ് നവാസ്ക വിളിച്ചിട്ട് പറഞ്ഞു, നീ വായോ, ടിനിച്ചേട്ടനും പിന്നെ സാജോൻ ചേട്ടനും ഇവരൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ഇവരെല്ലാവരും അവിടെ ഉണ്ട്, നീ ഒന്ന് വന്നിട്ട് നമുക്ക് കണ്ട് സംസാരിക്കാം. അവൻ പറഞ്ഞു എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് നമുക്ക് അവർ കണ്ടൊന്ന് സംസാരിക്കാമെന്ന് പരിചയപ്പെടണമെന്നും പറഞ്ഞിട്ട് ഞാൻ പോയത്. ഇവർ വിളിച്ചപ്പോൾ ഞാൻ ഓടിപ്പോയതാട്ടോ. അങ്ങനെ അപ്പോൾ പെട്ടെന്ന് മൂപ്പര് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന നേരം ഞാൻ അവിടെ ബാക്ക് സൈഡിൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ നമ്മുടെ വീഡിയോസ് എപ്പോഴും ടിനിച്ചേട്ടൻ്റെ ഫാമിലിയൊക്കെ എപ്പം കാണുന്നത് അത്രേ. അപ്പോൾ കണ്ട് ചിരിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മൂപ്പര് അത് കണ്ട ഒരു എക്സൈറ്റഡ് ആയി മൂപ്പര് എന്നെ കണ്ടപ്പോൾ. അപ്പോൾ അങ്ങനെ അതല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ കാണാക്കരുതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്ന. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ നവാസ് ഖാൻ ഷെയ്ക്കാനൊക്കെ കൊടുത്തിട്ട് ഹഗ് ചെയ്യണ ആ സമയത്ത്, കാരണം നവാസ് ഖാനെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇവർ ഹഗ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം നവാസ് ഖാക്കും വരുന്നില്ല, ടിനിച്ചേട്ടനും വരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നവാസ് ഖാൻ്റെ ഗസ്റ്റാണ് ടിനിച്ചേട്ടനും പിന്നെ സാജുൻ ചേട്ടനും പിന്നെ നമ്മുടെ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ അവരും. അപ്പോൾ ഇവരുടെ ശരിക്കും പിന്നെ ആ ടീം മൊത്തം ഇവരെ ഗസ്റ്റാണ്. അപ്പോൾ ഇവർ പെട്ടെന്ന് വന്നപ്പോൾ നമ്മളെ കണ്ടപ്പോൾ അങ്ങനെ മൂപ്പര് എന്ന് പറഞ്ഞിട്ട് നവാസ്കാർക്ക് പറഞ്ഞിട്ടുള്ളൊരു രൂപത്തിലാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞ് നവാസ്കയും ഇവരൊക്കെ ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതും ഫുഡ് സെർവ് ചെയ്യുന്നതും ഇതാക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഇവർ ഒരുമിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഗസ്റ്റുകളല്ലേ അവർ വന്നപ്പോൾ ഞാൻ അതിനെക്കാട്ടിലും കിളി പോയിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരൊന്ന് കാണാൻ പറ്റുമോ എന്നുള്ളൊരു ഇതിൽ കാണാൻ പറ്റുമോ എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ സിദ്ദീഖ ഇവിടെ വരുന്നുണ്ടായിരുന്നു, മറ്റേ ഖത്തറിൽ വരുന്നുണ്ട് പറഞ്ഞിട്ട് സിദ്ദീഖാനെ 2-3 പ്രാവശ്യം നമ്മൾ വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ സിദ്ദീഖാനെ കാണാൻ പറ്റില്ല. കാരണം നമുക്ക് കുറച്ച് ഇഷ്ടമുള്ള കുറച്ച് ആക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അതിൽപ്പെട്ട കുറച്ച് ആൾക്കാരവർ. അതുപോലെ തന്നെ ദിലീപ് ഏട്ടൻ വന്നപ്പോൾ അവരെയും കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഷിയാസ്ക പറഞ്ഞു, എടാ അവർ വരുമ്പോൾ കാണാം. പിന്നെ അൽസാജിൽ എന്ത് പ്രോഗ്രാം ഉണ്ടായാലും എന്നെ വിളിക്കുന്ന, എന്നെ ഷിയാസ്ക ആയാലും നവാസ്ക ആയാലും വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്നുള്ളത്. അങ്ങോട്ട് പോയിട്ട് ഇവരെ കണ്ടിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോസ് ചെയ്തപ്പോൾ അതിൽ കുറേ കമൻറ്റുകൾ, ബാഡ് കമൻറ്റ്, അയാളൊന്ന് പരിഗണിക്കായിരുന്നു. നവാസ് ഖാനെ പരിഗണിക്കേണ്ട ആവശ്യമില്ല, കാരണം അവർ ദോസ്തുക്കളാണ്, അവരെപ്പം വാട്സപ്പിലും ഇതിലും വീഡിയോ കോളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെന്നും കമ്പനികളല്ലേ. നമ്മൾ പെട്ടെന്ന് വന്നപ്പോൾ നമ്മൾ കാണല്ലേ, അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ ആ ഒരു എക്സൈറ്റഡ് ആയിപ്പോയി മുമ്പ്. പെട്ടെന്ന് കണ്ട് വന്നിട്ട് ഞാൻ അദൃശ്യമായി കാണുമെന്നൊക്കെ അങ്ങനെ വന്നതാണ്, അല്ലാതെ വേറെ ഇതൊന്നുമല്ല. നിങ്ങൾ ഈ ഇടുന്ന കമൻറ്റ് പോലെയൊന്നും അല്ല കാര്യങ്ങൾ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നവാസ്ക വിളിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്, ഷിയാസ്കയും നവാസ്കയും വിളിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. പിന്നെ അവിടെ പോയിട്ട് നമുക്ക് എന്ത് വിലയുള്ള അവിടെ അവരാണ് അവിടുത്തെ മെയിൻ ആൾക്കാർ. പക്ഷേ എനിക്കിങ്ങനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നോട് വന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരാളായിരുന്നു അത്. ഞാൻ ചിന്തിക്കാത്തൊരു സംഭവങ്ങൾ അവർ വന്ന് എന്നോട് സംസാരിച്ചു, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ബാഡ് കമൻ്റ് ഒന്നും ഇടണ്ട, അങ്ങനത്തെ ഒരു പ്രശ്നക്കാരൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കണ മാതിരിയല്ല. ഇവർ രണ്ടുപേരും ഭയങ്കര കമ്പനിയാണ്. ടിനിച്ചേട്ടനായാലും നവാസ്കയായാലും ഇവർ രണ്ടുപേരും വീഡിയോ കോളൊക്കെ കോൾ ചെയ്ത് എപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് ബാഡ് കമൻറ്റ് നിങ്ങൾ പറയണ്ട.